നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഞെട്ടിക്കുന്ന സംഭവമാണ് തൃശ്ശൂരിൽ. പൂരത്തിൻ്റെ ഒരുക്കത്തിനിടയിൽ വലിയ ദുരന്തം, വലിയ സ്ഫോടനം, ആകമാനം വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായി അവിടെ? പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. തീ അണച്ചുവെങ്കിൽ പോലും ആ പുകപടലങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? തീ പൂർണ്ണമായും അണച്ചു എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഇടയ്ക്ക് ഈ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനിടയിൽ തന്നെ അവിടെ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പൊട്ടിത്തെറികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും ആ പ്രദേശത്തേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോഴെന്തായാലും അല്പസമയം മുമ്പ്, അത് കുറച്ച് അരമണിക്കൂർ മുൻപാണ് അവർക്ക് ഈ അപകടം നടന്ന ശാലയ്ക്ക് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അതുവരെയും ആ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയാത്തത്ര തീയും പൊട്ടിത്തെറികളും ഒക്കെ ആയിരുന്നു. എന്തായാലും അവിടെ എത്തിയെങ്കിലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോഴും ആശുപത്രിയിലേക്ക് വരുമ്പോൾ പല ശരീരഭാഗങ്ങളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരാളുടെ ശരീരഭാഗം തന്നെയാണോ, പല ഭാഗങ്ങളായിട്ടാണോ ആശുപത്രിയിൽ എത്തുന്നത്, ആ ഒരു സംശയമൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരേക്കും മരിച്ച ആരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ വിഷമത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ ഉറ്റവര് ആരാണ്, അവര് ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ അവര് എങ്ങനെയും രക്ഷപ്പെട്ടോ എന്നറിയാൻ പോലും കഴിയാതെ മെഡിക്കൽ കോളേജിലടക്കം ഉറ്റവർ ഓടിയെത്തി കരയുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ഥാപനം, അതായത് ഈ പടക്കശാല നടത്തുന്ന സതീശൻ, ആ വ്യക്തിയും അദ്ദേഹവും 70% പൊള്ളലേറ്റ് ആശുപത്രിയിലാണ്, ബേൺ ഐസിയിലാണ്, വെന്റിലേറ്ററിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ കഴിയൂ ആരൊക്കെയാണ് തന്റെ ശാലയിൽ പണിക്കായി എത്തിയത്, തൊഴിലാളികൾ ആരൊക്കെയാണ്, എവിടെയുള്ളവരാണെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അദ്ദേഹവും ഈ പറയുന്നത് പോലെ വലിയ അപകടത്തിൽ തന്നെ 70%-ലധികം പൊള്ളലേറ്റ് കിടക്കുന്നതിനാൽ നമുക്ക് ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ആരിൽ നിന്നും വിവരങ്ങൾ തേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ കാഴ്ച. അപ്പം ഈ രക്ഷപ്പെട്ട ആളിൽ നേരത്തെ നമുക്ക് മാധ്യമങ്ങൾക്ക് പ്രതികരണം തന്ന വ്യക്തി, അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരുപാട് പേര് ഓടി രക്ഷപ്പെട്ടു, 7ഓളം പേര് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലരും ചെറിയ പരിക്കുകളോടുകൂടിയാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. പക്ഷെ 40 പേർ, അതായത് ഉച്ചയ്ക്ക് 40 പേരുടെ ആഹാരം പറഞ്ഞത്, ആ കണക്കനുസരിച്ചാണ് അവിടെ 40 പേരുണ്ടെന്ന് പറയുന്നത്. അതിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് പോലും പലരും വെള്ളം കുടിക്കാനൊക്കെ പുറത്തേക്ക് പോയി. ഈ അപകട സംഭവം, ഈ വലിയ ഒച്ചപ്പാടുണ്ടായപ്പോൾ ഇറങ്ങി ഓടിയവരുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു 25ഓളം പേര് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമെന്നാണ് പോലീസുകാരും ഫയർഫോഴ്സും മറ്റ് ഇവരുമായി സംസാരിച്ചവരൊക്കെ പറയുന്നത്. ആ 25 പേരിൽ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ടോ, ഓടി രക്ഷപ്പെട്ടവരിൽ അവരുണ്ടോ, അതോ ഈ സംഭവത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്, ഒരു വാർത്ത തന്നെയാണ് എൽദോ. കേരളം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു തൃശ്ശൂർ പൂരം എന്ന അത്രയും ആഘോഷത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഇത്രയും വലിയൊരു ദുരന്തം ആ നാടിനെ തേടിയെത്തി, ആ നാട്ടുകാരെ തേടിയെത്തി. കേരളം ആകെ വലിയ വിഷമത്തിൽ തന്നെയാണ്. ഇനി മരിച്ചത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ളതാണ് അടുത്ത നീക്കം. അതിൽ കൃത്യമായി ഈ സതീശ് എന്ന് പറയുന്ന ഈ ആൾക്ക്, കരാറുകാരന് മാത്രമേ അറിയുള്ളൂ തന്റെ ശാലയിൽ എത്ര പേര് തൊഴിലാളികളായിട്ട് എത്തി, എവിടെയുള്ളവരാണെന്നൊക്കെ. പക്ഷെ അതുപോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിനും 70%-ഓളം പൊള്ളലേറ്റ്. ഈ പൊള്ളലേറ്റ് ആശുപത്രിയിൽ എത്തിച്ചവർക്കെല്ലാം 70%-ലധികം പൊള്ളലുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിൽ ഈ പാടത്ത് നിന്നൊക്കെ ശരീരഭാഗങ്ങൾ ചാക്കിലാക്കിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ വരും എന്നുകൂടി മന്ത്രി കെ രാജനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മന്ത്രിമാരടക്കം ആശുപത്രിയിൽ എത്തി എത്രയും വേഗം ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്കുമൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജ് ബേൺ ഐസിയുവിന് പേര് കേട്ട ഒരു ആശുപത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക മുറികളുണ്ട്, ICU ഉണ്ട്. എത്തിക്കുന്നവരെല്ലാം കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി മാത്രമാണ് ഈ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെയും പൊള്ളല് അല്പം ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ഈ
സംഭവ സ്ഥലത്ത് കമ്മീഷണർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അവരുമൊക്കെ സ്ഥലത്ത് നിരീക്ഷിച്ചു വരികയാണ്. സമീപ പ്രദേശത്ത് ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ശരീരഭാഗങ്ങളൊക്കെ ചിതറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് വയൽ പ്രദേശത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ മൃതശരീരം കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ ആളുകളൊക്കെ ഒന്നിച്ചുകൂടി വലിയ ഒരു പരിശോധന തന്നെയാണ് ആ പ്രദേശത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ചെറിയതായിട്ടെങ്കിലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത്. എങ്കിൽ പോലും 6 യൂണിറ്റ് ഫയർഫോഴ്സ് 100-ലധികം ഉദ്യോഗസ്ഥരുണ്ട്. അവര് തീവ്രമായി തന്നെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ഉള്ളിൽ എത്ര പേര് അകപ്പെട്ടു എന്നാണ് നമുക്ക് അറിയേണ്ടത്. കൃത്യമായിട്ടൊരു കണക്ക് ഇപ്പോഴും ആർക്കും അറിയില്ല. 40 പേരെന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ആഹാരം കൊണ്ടു കൊടുത്ത ഒരു കണക്കെന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരവും നമുക്ക് ലഭ്യമായില്ല. എന്തായാലും ഇവര് മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. മൃതദേഹങ്ങളെല്ലാം തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിന്റെ പരിശോധനയും DNA പരിശോധനയും ഉൾപ്പെടെ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ വിഷമിപ്പിക്കുന്ന ഒരു നാടിനെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുന്ന കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് എൽദോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. അത് ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എത്രത്തോളം കാര്യമായി നടത്താൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഈ പാടത്തിലേക്ക് പോലും മൃതശരീരങ്ങൾ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്, ചിന്നി കിടക്കുന്ന അവസ്ഥയിലാണ്. അതെല്ലാം മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടതുണ്ട്, ആൾക്കാരെ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നാം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഹൃദയഭേദകമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത്. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ, ആ പാടശേഖരങ്ങളിൽ പലയിടത്തും തീ അണഞ്ഞിട്ടും പൊട്ടാത്ത നിരവധി പടക്ക സാമഗ്രികൾ, അങ്ങനെ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പല കാര്യങ്ങളും മിനിറ്റുകൾ മുമ്പ് വരെ അവിടെ സ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇനി ആ പ്രദേശത്തുള്ളവർക്ക് ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ 108 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.